വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന ചെറിയ നോവലിൽ അതിലൊരു കഥാപാത്രം മജീദിനോട് അധ്യാപകൻ ചോദിക്കുന്നുണ്ട്, ഒന്നും ചേർന്നാൽ എത്രയാണ്? എല്ലാ ഗണിതശാസ്ത്ര തത്വങ്ങളെയും അട്ടിമറിക്കുന്ന വളരെ ഗംഭീരമായ ഒരു മറുപടിയാണ് മജീദ് പറയുന്നത്. മജീദ് പറയുന്നു, ഒന്നും ചേർന്നാൽ ഇമ്പിടി വലിയ ഒന്നാവും. വ്യത്യസ്തമായ രണ്ട് പുഴകൾ ഒഴുകി വന്ന് ഒരൊറ്റ പുഴയിലേക്ക് യോജിക്കുമ്പോൾ പിന്നെ ഒരൊറ്റ പുഴയല്ലേ? രണ്ട് വെള്ളത്തുള്ളികൾ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരൊറ്റ തുള്ളിയായി മാറുകയില്ലേ? ഇതാണ് മജീദ് ആ മറുപടിക്ക് പറയുന്ന ന്യായം. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടും ഇത് തന്നെ. അള്ളാഹുവിനെ സാക്ഷി നിർത്തി വധുവും വരനും ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവർ രണ്ടും രണ്ടല്ല, ഒന്നായിരിക്കണം എന്നാണ് ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ഭാര്യയും ഭർത്താവും എന്ന് പറയാറുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആളും, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളും എന്ന ഒരു സങ്കല്പം അതിൽ ദീനുണ്ട്. അല്ലാഹുവിന്റെ ദീൻ ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ നമുക്ക് കാണുക സാധ്യത. നമ്മൾ ചെറുപ്പത്തിൽ ചൂയിങ്ങം കഴിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത കളറുകളുള്ള ചൂയിങ്ങം ഒരാൾ വായിലിട്ട് കുറച്ചു നേരം ചവച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഈ കളറിലെല്ലാം കൂടി മിക്സായി ഒരു പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കളറായി മാറും. അറബി ഭാഷയിൽ സാജ എന്ന് പറഞ്ഞാൽ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരുപോലെയാകുന്ന ഒന്നിനെ കുറിച്ചിട്ടാണ്. ഇതിൽ നിന്നാണ് സൗജ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു ദമ്പതികൾ എന്ന് പറയുന്ന അസ്വാജ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇണയും തുണയുമാണവർ, ഭരിക്കുന്നവളും ഭരിക്കപ്പെടേണ്ടവനുമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലെ പ്രയോഗം. വളരെ മനോഹരമായ ഉദാഹരണം ഖുർആൻ പറയുന്നു. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹും. നിങ്ങൾ അവരുടെ വസ്ത്രമാകുന്നു, നിങ്ങൾ അവരുടെ വസ്ത്രമാകുന്നു, അവർ നിങ്ങളുടെയും വസ്ത്രമാകുന്നു എന്നാണ് ഖുർആന്റെ പ്രയോഗം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഇണയും തുണയും എങ്ങനെയാകണം എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നു, ഒരു പരസ്പരം വസ്ത്രത്തെ പോലെയായിരിക്കും. വസ്ത്രത്തിന് വളരെ മൗലികമായ ചില ധർമ്മങ്ങളുണ്ട്. വസ്ത്രത്തിന്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യന് സംരക്ഷണം ഒഴുക്കുക എന്നതാണ്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം ഒരുക്കുക എന്നതാണ് വസ്ത്രത്തിന്റെ ഒരു ധർമ്മം. വസ്ത്രത്തിന്റെ രണ്ടാമത്തെ ധർമ്മം നമ്മുടെ ഉള്ളിലുള്ള കുറവുകളെ മറ്റൊരാളെ കാണിക്കാതിരിക്കുക എന്നതാണ്. എന്റെ അവിടെ ഒരു ചെറിയ ചെറിയ വന്ന പാടുണ്ട്, അത് ആളുകൾ കാണേണ്ടതല്ലല്ലോ. നമ്മുടേതായ ന്യൂനതകളെ മറച്ചു വെക്കുക, മറ്റിന്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുക എന്നതാണ് വസ്ത്രത്തിന്റെ മൂന്നാമത്തെ ധർമ്മം. അത് മനുഷ്യനെ ഭംഗിയുള്ള അലങ്കരിക്കുന്നു എന്നതാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹും. ഇങ്ങനെയായിരിക്കണം ഇണയും തുണയും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ. അതിൽ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ വിവാഹ ഖുതുബയിൽ കേൾക്കുന്ന ഒരു വാചകമാണ്, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. അല്ലയോ ചെറുപ്പക്കാരാ,
നിനക്കൊരു പെൺകുട്ടിയെ പോറ്റാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ, ശേഷിയുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കണം. വമല്ലം യസ്തത്തി, വിവാഹത്തിന് സാധ്യമായിട്ടില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പെടുക്കണം. നമ്മളിത് കേട്ടുപോയ ഒരു വാചകമാണ്. ഒരാളോട് പറയുന്നു, നിനക്ക് മുന്നിൽ രണ്ട് ചോയ്സാണ്. ഒന്നുകിൽ നീ വിവാഹം കഴിക്കണം, സാധ്യമല്ലെങ്കിൽ നീ നോമ്പെടുക്കണം. ഈ വിവാഹവും നോമ്പും തമ്മിൽ എന്ത് ബന്ധമാണ്? ബന്ധമുണ്ട്. നോമ്പുകാരനായിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് വലിയ ശ്രദ്ധ ഉണ്ടാവും. വേണ്ടാത്തത് കാണാൻ നമ്മൾ ശ്രദ്ധിക്കും, കാണാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. വേണ്ടാത്തത് പറയാതിരിക്കാൻ നമ്മുടെ നാവ് ശ്രദ്ധിക്കും. ഞാൻ നോമ്പുകാരനാണല്ലോ എന്ന് വിചാരിക്കും. വേണ്ടാത്തത് കേൾക്കാതിരിക്കാൻ നമ്മുടെ ചെവി ശ്രദ്ധിക്കും. നമ്മുടെ കൈകാലുകളും നമ്മൾ വേണ്ടാത്തരങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തും. അല്ലാഹു പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ ചോയ്സ്. ഒന്നുകിൽ നിങ്ങൾ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. അഥവാ വിവാഹ ജീവിതത്തിലൂടെ യഥാർത്ഥത്തിൽ നോമ്പിലൂടെ കിട്ടുന്ന വിശുദ്ധിയാണ് വിവാഹ ജീവിതത്തിലൂടെ ഇണകൾക്ക് കിട്ടേണ്ടതെന്നാണ്. നിന്റെ കണ്ണുകൾ പലയിടങ്ങളിലും അലഞ്ഞു നടന്നിരുന്നു. ഈ പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വളർന്നു വരുന്നതോടുകൂടി നിന്റെ കണ്ണിന് നിയന്ത്രണങ്ങളുണ്ട്. നിന്റെ കാലുകൾ പലതും അന്വേഷിച്ചു നടന്നിരുന്നു. ഈ വരൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി അത് നിങ്ങളുടെ ജീവിത വിശുദ്ധിയുടെ അടയാളമായി മാറണം. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ ജീവിതത്തെയും നോമ്പിനെയും തമ്മിൽ സമീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തത്വം മാത്രമല്ല ദീന് പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കണം ഇണകൾ ജീവിതത്തിൽ പെരുമാറേണ്ടത് എന്നതിന് വിശുദ്ധ ഖുർആൻ 4 അടിത്തറകൾ പറയുന്നു. അതിലൊന്നാമത്തെ അടിത്തറ, ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടിത്തറ അത്തആറുഫ്. ദമ്പതികൾ തമ്മിലുണ്ടാകുന്ന ഒന്നാമത്തെ അടിത്തറ പരസ്പരം അറിയുക എന്നതാണ്. എന്താണ് ഈ പരസ്പരം അറിയുക എന്നുള്ളത്? ഖുർആൻ പറയും, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ സൃഷ്ടിച്ചു തന്നു എന്നത്. ഇതിപ്പോ വലിയ പുതുമയുള്ള കാര്യമാണ്. ലോകത്തെ എല്ലാ ജീവിവർഗവും അതത് ജീവിവർഗത്തിൽ നിന്ന് ഇണയെ കണ്ടെത്താറുള്ളൂ. പശുവിന് സിംഹം ഇണയാകൂല, മുയലിന് കീരി ഇണയാകൂല. എല്ലാ ജീവിവർഗവും അതത് വർഗത്തിൽ നിന്നാണ് ഇണയെ കണ്ടെത്തുക. അതൊരു മഹാസംഭവവും തന്നെ. പക്ഷെ എന്നിട്ടും മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയാൻ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണയെ അല്ലാഹു തന്നിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിന് ഇണയെ കിട്ടിയെന്നല്ല. വിവാഹിതരാവുന്ന ദമ്പതികളോട് അല്ലെങ്കിൽ വധുവിനോടും വരവനോട്, ഭാര്യയോടും ഭർത്താവിനോടുള്ള പറയണം, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു അന്യഗ്രഹ ജീവിയല്ല, ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് എന്ന ബോധം ഉണ്ടാകണം. നിന്നെപ്പോലെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമുള്ള, നിന്നെപ്പോലെ വികാരങ്ങളും വിചാരങ്ങളുമുള്ള, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുള്ള, വ്യക്തിത്വമുള്ള ഒരാളെയാണ് ഇണയായി നിന്റെ ജീവിതത്തിലേക്ക് കിട്ടിയതെന്ന് ഈ 2 കൂട്ടരും മനസ്സിലാക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു അന്യഗ്രഹ ജീവിയല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് പഠിപ്പിക്കണം. എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായ ഒരു വ്യക്തിത്വമുണ്ട്. ഖുർആന്റെ പ്രയോഗമാണ് ലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. എല്ലാ മനുഷ്യർക്കും ഒരു വ്യക്തിത്വമുണ്ട്. പലപ്പോഴും ഈ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ കഴിയാതെ വരിക എന്നതാണ് വിവാഹ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ ഒരു കാര്യം. അവിടെ ഒന്നുകിൽ ഏതെങ്കിലും ഒരാളെ മാത്രം ഇഷ്ടം നടക്കുക, ഭർത്താവിന് ഇഷ്ടവും താല്പര്യവും മാത്രം നടത്തി ജീവിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഇഷ്ടവും മാത്രം നടപ്പാക്കപ്പെടുക എന്നല്ല. അല്ലാഹു പറയുന്നത് ഈ 2 വ്യക്തിത്വങ്ങളെയും ഈ 2 വ്യക്തിത്വത്തെയും അംഗീകരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനം. ശേഖ് ഷഹറാവി അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിൽ നിന്ന്
ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട് ശേഖ് ഷെയറാവിയോട്, താങ്കൾ വലിയ ശേഖാണല്ലോ, താങ്കളുടെ മകന് കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ഓരോ ഷെയറാവി പറഞ്ഞു, ഞാൻ എന്റെ മകനോട് പറഞ്ഞു, മോനെ, ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരും. അവൾക്ക് ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ അവിടെ തൽക്കാലം വെച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ നിന്റെ വീട്ടിൽ അവൾക്കൊരു ഉമ്മയും ഉപ്പയും ഉണ്ടാവണം. നിന്റെ വീട്ടിൽ അവൾക്കൊരു സഹോദരനും സഹോദരനും ഉണ്ടാകണം. ഇത് മാത്രമാണ് എനിക്ക് നിന്നോട് നൽകാനുള്ള വസിയ്യത്ത്. നിന്നെ പോലൊരു വ്യക്തിത്വം അവൾക്കുമുണ്ട്, ആ വ്യക്തിത്വത്തെ നീ അംഗീകരിക്കാൻ കഴിയണം എന്ന് ഷെയറാവി പറയുന്നത്. പലപ്പോഴും ഈ പരസ്പരമുള്ള അറിവ് തന്നെ വളരെ പ്രധാനം. ഇത് മനസ്സിലാക്കിയാൽ തന്നെ പ്രശ്നങ്ങൾ പലതും കുറയും. ഞാൻ പറഞ്ഞത്, ഈ അറിവ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ഇണകൾക്ക് മാത്രമല്ല, അവരുടെ വീട്ടുകാർക്കും ഉണ്ടാകണം. അപ്പോഴാണ് എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്റെ മോളെപ്പോലെ ഒരു പെൺകുട്ടിയാണ്, ഞാൻ അവളുടെ ഉമ്മയാണ്, അമ്മായിയമ്മയല്ല. അവൾ എന്റെ മകളാണ്, മരുമകളല്ല. അവൻ എന്റെ മകനാണ്, മരുമകനല്ല. ഞാൻ അവന്റെ അമ്മായിയപ്പനുമല്ല, ഞാൻ അവന്റെ വാപ്പ തന്നെയാണ്. 40-40 വർഷമായി അറബി ഭാഷ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നേ വരെ അമ്മായിയപ്പൻ, അമ്മായിയമ്മ, നാത്തൂൻ എന്നൊരു പ്രയോഗം അറബി ഭാഷയിൽ കണ്ടിട്ടില്ല. ഇത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയതാണ്. ഒരു സീരിയല് കാണുമ്പോ അമ്മായിയമ്മയും മകളും തമ്മിൽ വഴക്കുണ്ടായില്ലെങ്കിൽ പിന്നെ ആ സീരിയല് കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. നാത്തൂനും തമ്മിൽ പോരടിച്ചില്ലെങ്കിൽ ആ സീരിയലിൽ കാണാൻ വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിലേക്ക് കടന്നു വന്ന, നമ്മൾ സ്വാംശീകരിച്ച പല പദപ്രയോഗങ്ങൾ പോലുമാണ് അത് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി. അവള് എന്റെ മോൾക്ക് ഞാൻ എന്തൊക്കെ നേടിക്കൊടുക്കും, എന്റെ മോളുടെ എന്തൊക്കെ ആവശ്യങ്ങൾ ഞാൻ പരിഗണിക്കും. അതുപോലെ എന്റെ വീട്ടിലേക്ക് എന്റെ മകൻ കൂട്ടിക്കൊണ്ടുവന്ന മകൾ, അവൾ എന്റെ മകൾ തന്നെയാണ് എന്നൊരു തോന്നലുണ്ടായാൽ, എന്റെ മകൻ തന്നെയാണ് എന്നൊരു തോന്നലുണ്ടായാൽ, ആ പരിഗണന ലഭിച്ചാൽ അത് വളരെ പ്രധാനമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, പരസ്പരമുള്ള തിരിച്ചറിവ് എന്ന് ഖുർആൻ പറഞ്ഞ ഒരു അടിത്തറ അതാണ്. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ തിരിച്ചറിവ് എന്ന് പറയും, ദമ്പതികൾക്കുണ്ടാകുന്ന തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ വിവാഹപ്രായം എന്ന് പറയുന്നത് 18ഉം 21ഉം വയസ്സാണ്, അംഗീകരിക്കപ്പെട്ട വിവാഹപ്രായം. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ ലൈംഗികമായ ഹോർമോണുകൾ വളർച്ച പ്രാപിക്കുന്ന ഒരു സന്ദർഭമാണ് ആ പ്രായം, കൗമാരക്കാലം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ പലതരം ഭാവനകളാണ്. വിവാഹ ജീവിതത്തിൽ ദമ്പതികൾക്ക് ഉണ്ടാവേണ്ടുന്ന രണ്ടാമത്തെ തിരിച്ചറിവ് ഭാവനയല്ല ജീവിതം, യാഥാർത്ഥ്യമാണെന്ന ബോധമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സിനിമയിൽ മൂക്കളിക്കുന്ന പെണ്ണിനെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? മൂക്കളിച്ച് കിടക്കുന്ന പെണ്ണിനെ, വയറുവേദന വരുന്ന പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടോ ആരെങ്കിലും? വിയർത്ത നാരി കക്ഷം മണത്ത് കിഴിച്ചവശനായി നടക്കുന്ന ഒരു പയ്യനെ പ്രണയിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ സിനിമയിലും സീരിയലിലും കാണുന്ന പെണ്ണ് എപ്പോഴും ചിരിച്ച് സന്തോഷവതിയായി നടക്കുന്ന, കിന്നാരം പറഞ്ഞ് നടക്കുന്ന, അവന് വേണ്ടി നടക്കുന്ന, ഇത് കണ്ടിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാരൻ വിവാഹത്തിലേക്ക് കയറി വരുന്നത്. അല്ല, പെണ്ണിന് വയറുവേദന ഉണ്ടാവും, അവൾക്ക് മൂക്കട ഒലിക്കും, ഇവൻ ക്ഷീണിച്ചവശനാകും, ഇവന് വിയർപ്പുണ്ടാകും, അവരെപ്പോഴും മൂട് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഇത് മനസ്സിലാകുമ്പോഴാണ് മനുഷ്യന്മാർ പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ ഭാവനയല്ല ജീവിതം എന്ന യാഥാർത്ഥ്യബോധം ഉണ്ടാകുകയാണ്. മനഃശാസ്ത്രം പറയുന്നുണ്ട്, നമ്മളിപ്പോ നമ്മുടെയൊക്കെ കോളേജിലും ക്യാമ്പസിലൊക്കെ കുട്ടികൾക്ക് വ്യാപകമായ പ്രണയത്തിലേർപ്പെടുന്ന സമയമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ വളരെ വിശുദ്ധമായ പ്രണയമാണെന്ന്. ഇതൊന്നും വിശുദ്ധമായ പ്രണയമല്ല. ഒരു മനുഷ്യനിൽ അവന്റെ ലൈംഗികമായ ഹോർമോണുകൾ വളരുന്ന സന്ദർഭത്തിൽ ആദ്യം രൂപപ്പെടുക കാമമാണെന്നാണ്, ശരീരത്തോടുള്ള ഫിസിക്കൽ അഫക്ഷനാണ്, ശരീരത്തോടുള്ള താല്പര്യം മുൻപി നിൽക്കുക.
ഈ ശരീരത്തോടുള്ള താല്പര്യത്തിൽ നിന്നാണ് പല പ്രണയങ്ങളും നമ്മുടെ ക്യാമ്പസുകളിൽ പൊട്ടിമുളക്കുന്നത്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരീരത്തോട് താല്പര്യം ഇല്ലാതായാൽ മെച്ചപ്പെട്ട ശരീരം എന്തെങ്കിലും പോവും, അല്ലെങ്കിൽ അവള് പോവും. ശരീരത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയാൽ അവനൊരു അസുഖം വന്ന് കിടന്നുപോയാൽ, വീണുപോയാൽ അപ്പ ബന്ധങ്ങൾ ഉണ്ടാവും. കാരണം അവരുടെ ഈ സ്നേഹത്തിന്റെ അടിത്തറ ഖുർആൻ പറഞ്ഞ മബദ്ധത്തല്ല. ഖുർആൻ പറഞ്ഞ മബദ്ധത്തിൽ റഹ്മത്ത് എന്ന് പറയുന്നത് കാരുണ്യവും പരസ്പരം തണലാകാനുള്ള ശ്രമവുമാണ്. അതിനാണ് മബദ്ധത്ത് എന്ന് ഖുർആൻ പറയുന്നത്. കാരുണ്യം തണലുമാകും. ചിലക്കെങ്കിലും കാണാൻ കഴിയും, ഈ ചിലപ്പോ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ. ഇങ്ങനെ പരസ്പരാശ്രിതത്വത്തിനെ കുറിച്ചാണ് ഖുർആൻ മബദ്ധത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പറയുന്നത് ഈ സിനിമയും നോവലും കണ്ടിട്ടാണ്. അമ്മ അത് 2 ആഴ്ച കഴിഞ്ഞ്, ഒരു 3 മാസം കഴിഞ്ഞ് അതങ്ങനെ തീർന്നു പോകും. അതങ്ങനെ തീരരുത് എന്നതാണ് പ്രധാനമെന്ന് നമ്മുടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ. ഖുർആൻ പറയുന്ന 3ാമത്തെ തിരിച്ചറിവ്, വിവാഹ ജീവിതത്തിൽ ഉണ്ടാകണം എന്നിട്ട് പഠിപ്പിച്ച 3ാമത്തെ തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാൽ, അത് ജീവിതത്തിൽ സുതാര്യത ഉണ്ടാകണം, ട്രാൻസ്പെറന്റ് ആകണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പലപ്പോഴും കാണുന്ന റീലുകളിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്താ അറിയോ? ഭർത്താവിന്റെ മൊബൈലിൽ ഭാര്യ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് നടത്തുന്ന തന്ത്രങ്ങള്, ഭാര്യയുടെ മൊബൈൽ ഭർത്താവ് കിട്ടാതിരിക്കാൻ വേണ്ടി കാണുന്നത് എന്ന് പറഞ്ഞാല്, ഭർത്താവിന്റെ സെർച്ച് ഹിസ്റ്ററി ഭാര്യയെ കാണിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് വരുന്ന മെസ്സേജുകൾ ഭാര്യയെ കാണിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനെ ആരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് ഭാര്യയെ കാണിക്കാൻ പറ്റുന്നില്ല. അത്രയും പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ പരസ്പരം ചതിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ട്രാൻസ്പെറന്റ് ആവുക, സുതാര്യമാവുക എന്നത് വളരെ പ്രധാനമാണ്. എന്റെ ഭാര്യ റൂമിലേക്ക് ഏത് സമയത്തും എനിക്ക് കടന്നു ചെല്ലാൻ കഴിയണം. എന്റെ മൊബൈൽ ഏത് സമയം അവൾക്ക് ആക്സസ് ഉണ്ടാവണം. അവൾക്ക് എനിക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ വായിക്കാനുള്ള, എന്റെ കോണ്ടാക്ട്സ് അറിയാനുള്ള, എന്റെ സെർച്ച് ഹിസ്റ്ററി അറിയാനുള്ള അവകാശമുണ്ട്. അവളുടെ എനിക്കുണ്ട്. ഞങ്ങൾ പരസ്പരം മറച്ചു വെക്കുന്നുവെങ്കിൽ ആ മറച്ചു വെക്കുന്നതിനല്ല വിവാഹം എന്ന് പറയുന്നത്, അതിനല്ല ദാമ്പത്യം എന്ന് പറയുന്നത്. ആ ദാമ്പത്യം എന്ന് പറയുന്നത് വിള്ളലുകളുടെ കാരണമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കിടന്നുറങ്ങുമ്പോ പുതപ്പിനടിയിൽ മൊബൈലിൽ ഓണാകുകയും അതിൽ വാട്സപ്പ് ഉണ്ടാവുകയും അത് കാണുകയും പിന്നീട് അത് വിവാഹ ബന്ധത്തിനെ മോശമാക്കി. ഇത് നമ്മളിപ്പോ ആരെ കുറ്റം പറയുന്നത് ഈ ഡിവൈസ് ആണ് എല്ലാ പ്രശ്നവും. ഡിവൈസ് അല്ല പ്രശ്നം. ജീവിതത്തിൽ സുതാര്യത നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ദാമ്പത്യ ബന്ധത്തിന്റെ പ്രശ്നങ്ങളിൽ 3ാമത്തേത്. അതെന്താ ഖുർആൻ പറഞ്ഞത്? തിരിച്ചറിവുണ്ടാവേണ്ട 3ാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അത് സുതാര്യമാവുക എന്നുള്ളതാണ്. പലപ്പോഴും തുറന്നു പറയാൻ പോലും കഴിയില്ല. പൊന്നാനിയുടെ വിവാഹമോചന കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നു. ആ സ്ഥലം പറയുന്നില്ല. കോഴിക്കോട് പ്രശസ്തമായ കോളേജിൽ ഏതാണ്ട് 3 വർഷത്തോളം പ്രണയിച്ച് 2 ദീനീ കുടുംബങ്ങൾ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് കല്യാണത്തിൽ അവസരിച്ചു. കല്യാണം കഴിഞ്ഞു. 3 വർഷം പ്രണയിച്ച് കല്യാണം കഴിഞ്ഞു. 6 മാസമായിട്ടില്ല ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോ അങ്ങനെ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ പോകേണ്ടി വന്നു. സുഹൃത്ത് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ചെന്നപ്പോ നമ്മൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ പ്രശ്നം? അവൾ പറയണു, സത്യമായിട്ട് എനിക്കറിയില്ല ഉസ്താദേ. കാരണം ഞാൻ പ്രണയിക്കുന്ന സമയത്ത് എന്റെ കൂടെ നിന്ന് ഇത്രയും കെയർ ഉണ്ടായിരുന്ന, ഇത്രയും ശ്രദ്ധയോടുകൂടി എന്നെ കൊണ്ടുവന്ന ഒരാളില്ല. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കറിയാൻ കഴിയുന്നില്ല. ഞാൻ വന്ന് കിടക്കാൻ വന്നാൽ മൂപ്പര് ഉടനെ കട്ടിലെ താഴെ കിടക്കും. ഞാൻ കട്ടിലേക്ക് കിടന്ന മൂപ്പര് കട്ടിലെ കിടക്കും. ഞാൻ താഴെ കിടക്കുകയാണെങ്കിൽ മൂപ്പര് കട്ടിലേക്ക് കിടക്കും. ഞങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധങ്ങളില്ല. സംസാരം വളരെ കുറവാണ്. അപ്പൊ വരനോട് എന്റെ ഈ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിന്റെ പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം? അയാൾ എന്ത് ചെയ്താലും പറയില്ല. അവൻ പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും പ്രശ്നമാണ്, എനിക്ക് ഇവിടെ വേണ്ട. ഒറ്റ വാക്കാണ്, എനിക്ക് ഇവിടെ വേണ്ട. അങ്ങനെ മധ്യസ്ഥ ചർച്ചയുടെ 2ാമത്തെ ഘട്ടം ഈ സുഹൃത്ത് പറയുകയാണ്. അത് വീണ്ടും ചെന്നു. ഇന്ന് ചർച്ചക്ക് വരണമെങ്കിൽ ആൾ പറഞ്ഞു, ഇന്ന് ഞാൻ ഈ ചർച്ചക്ക് ഒന്നും കൂടെ സാക്ഷ്യം വയ്ക്കും, നിങ്ങളോട് സംസാരിക്കും. പക്ഷെ എനിക്കൊരു ഉറപ്പ് പറഞ്ഞു. വരനോട് പറയണം, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് എനിക്ക് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടില്ല.
അങ്ങനെ നിർബന്ധിച്ചപ്പോ ആ വരൻ പറഞ്ഞ വർത്താനം അറിയോ, അവളോടൊന്ന് കുളിച്ചിട്ട് കിടക്കാൻ വരാൻ പറയൂ എന്നാൽ. ശരിയാണ്, ഈ പെണ്ണ് രാവിലെ മുതൽ അടുക്കള ഒരു പണിയെടുത്ത് കുഷിഞ്ഞ് ആ ഡ്രസ്സുമായിട്ട് അടുക്കള വരും. അതൊന്ന് തുറന്നു പറയാൻ വയ്യാൻ കഴിയുന്നില്ല. അപ്പോ എന്നിട്ട് അവളോടൊന്ന് കുളിച്ചിട്ട് കിടക്കാൻ വരാൻ പറയൂ. ഇതായിരുന്നു ഈ പരമ്പര പണി. അങ്ങനെ ഈ മധ്യസ്ഥൻ പെൺകുട്ടിയോട് ഈ വിഷയം പറയാൻ വേണ്ടി ചെന്നു. മോനെ, അവൾ പറയുന്നത് അവളോടൊന്ന് കുളിച്ചിട്ട്, നീ ഒന്ന് കുളിച്ചിട്ട് കിടപ്പറയിലെ വരൂ എന്നാണ്. പിന്നെ ആ പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചു, ഇയാൾക്ക് ഇത് എന്നോട് പറയാമായിരുന്നില്ലേ? അതാണ് പ്രശ്നം. നമ്മൾ ആരെയാണ് പരസ്പരം മറച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലും പരസ്പരം തുറന്നു പറയാൻ കഴിയുന്നില്ല. ഇത് കഴിയാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന താരിഫിന്റെ മൂന്നാമത്തെ തലം പറയുന്നുണ്ട്. അത് ആളുകളുടെ കല്ലിമിന്നാസ, ആളുകളുടെ മൂടുകൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ട് നമ്മുടെ മക്കളോടെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. ഒന്ന്, അവരുടെ ആർത്തവങ്ങളിൽ അവർക്കുണ്ടാകുന്ന മനോഭാവം. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. പെട്ടെന്ന് ദേഷ്യപ്പെടുക, ചൂടാകുക, അല്ലെങ്കിൽ ഒരു വല്ലാത്ത നിസ്സഹത കാണിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുക. നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതിയില്ലോ. നമ്മുടെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. മോനെ, ഇപ്പം ഒക്കെ ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ടാണ് മുമ്പ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞു കൊടുത്താൽ തീരുന്ന വിഷയമുള്ളൂ. ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ഈ സന്ദർഭം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സന്ദർഭം എപ്പോഴാണെന്ന് വെച്ചാല് ആർത്ത വിവരാമം നടക്കുന്ന സമയത്താണ്. അപ്പോഴും ഈ പറയുന്ന ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ട് അവരുടെ വളരെ വ്യത്യസ്തമായ മൂടായിരിക്കും. നമ്മൾ വിചാരിക്കും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. ഇത് എന്റെ പുരുഷനെ സംബന്ധിച്ചുണ്ട്. അയാള് ജോലിക്ക് പോയി, ജോലി ചെന്ന് അന്നത്തെ ബോസ് അയാളെ ചീത്ത വിളിച്ചു, കണക്ക് ശരിയായില്ല എന്ന് രണ്ട് വർത്തമാനം പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ചിരിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കയറാൻ കഴിയില്ല. അയാളുടെ മനസ്സിൽ മുഴുക്കി അതായിരിക്കും. ഈ മാസാവസാനമാകുമ്പോ അത് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ഞാനെന്ത് ചിട്ടി കാശ് കൊടുക്കുക. ഇതൊക്കെ ഒരു നൂട്ടുകൂട്ടം ആലോചിച്ചിട്ടായിരിക്കും ഇയാൾ വീട്ടിൽ കയറി വരിക. ഇയാൾ വീട്ടിൽ കയറി വരുമ്പോ തന്നെ ഭാര്യയുടെ ഫസ്റ്റ് കമന്റ് ആണ്, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ, പിള്ളേരുടെ ഫീസ് അടക്കണേ, ചിട്ടിക്കാശ് വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവളെ, അയാളൊന്ന് കയറിയിരിക്കട്ടെ, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും നിങ്ങൾ. ആളുകളുടെ മൂടുകൾ അനുസരിച്ച് പെരുമാറാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അതൊരു തിരിച്ചറിവിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടിത്തറ. വിവാഹ ജീവിതത്തിൽ പാലിക്കേണ്ടത് ഒന്നാമത്തെ അത്തആറുഫ്, പരസ്പരമുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നതാണ്. അവരുടെ മൂട് തിരിച്ചറിയാൻ കഴിയുന്ന, അവരുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ കഴിയുന്ന, അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, അവന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ഉപാധി അത്തനാസുഹു ബൈനഹുമാണ്. പരസ്പരം നസീഹത്തുണ്ട്. നമ്മൾ ഒട്ടനെ ഈ നസീഹത്ത് തേക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉപദേശമാണ് അല്ല. അത്തനാസു എന്ന് പറഞ്ഞാൽ പരസ്പരം നന്മ കാണുന്ന, പരസ്പരം ഗുണകാംക്ഷ പുലർത്തുക എന്നതാണ്. പരസ്പരം നന്മ കാണാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. രാവിലെ ഭർത്താവ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വീടിന്റെ കോലായിലിരിക്കുകയാണ്. മൂപ്പർക്ക് ഓർഡർ കൊടുക്കുന്ന സ്വഭാവമേ ഉള്ളൂ. ചായ, വെള്ളം എന്നൊക്കെ സാധനം പറയാം. അന്നത്തെ ദിവസം ഓഫീസിൽ കാര്യപ്പെട്ട പണികളുണ്ട്. ഇയാളും ഒരേടെ അടുത്തോട്ട് നോക്കിയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എന്ന് പറഞ്ഞു. ആ പെണ്ണ് അടുക്കളയിലാണ്, അവളത് കേട്ടിട്ടില്ല. ഇയാൾ വീണ്ടും പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം. അപ്പോഴാണ് ആ പെൺകുട്ടി അത് കേട്ടത്. അവള് മെല്ലെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളമായിട്ട് വരുന്നു. വെള്ളം തണുത്തെന്ന് കണ്ടപ്പോ അയാൾ ആ വെള്ളം അവിടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ അയാള് അന്ന് ഓഫീസിൽ ചെന്നപ്പോ ഓഫീസിന്റെ അന്തരീക്ഷം വളരെ വേറെ. ആർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നത്തെ ദിവസം ബോസ് ഭയങ്കര മാന്യമായി പെരുമാറി, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, തിരക്കുകളൊന്നുമില്ല, ആളെ സ്വസ്ഥമാണ്. അപ്പോഴാണ് അയാളെ എന്തിനു മോശമായിപ്പോയി ഞാൻ കാണിച്ചത്. ഞാനിങ്ങനെ അവളെ ചീത്ത പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങി വന്നത്. ഇനി എങ്ങനെ വൈകുന്നേരം അവളുടെ മുഖത്തേക്ക് നോക്കും? എന്തും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലും. ഇയാൾ ആ കുറ്റബോധത്തിൽ വൈകുന്നേരം വന്നിട്ട് എന്റെ വീടിന്റെ വാതിൽ ബെല്ലടിച്ചു എടുക്കുമ്പോ ഒരു ഭാവ വ്യത്യാസമില്ല. ഇതൊരു അനുഭവമാണ് കേട്ടോ, യഥാർത്ഥത്തിൽ നടന്ന സംഭവം പറയാം. ഒരു ഭാവ വ്യത്യാസമില്ലാതെ ആ പെൺകുട്ടി വാതിൽ തുറന്നു,
തിരിച്ചു കയറിയിരിക്കും, എന്നിട്ട് ഗ്ലാസ് വെള്ളം കൊടുത്ത് അവരുടെ ഷർട്ടൊക്കെ ഇയാളങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ആ പെൺകുട്ടി പെരുമാറിയപ്പോ അയാൾ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു പോയി. ഇതാണ് തനാസ്. ഇങ്ങനെയാണ് പരസ്പരമുള്ള ഗുണകാംക്ഷ എന്ന് പറയുന്നത്. നമ്മളാരെങ്കിലും നമ്മുടെ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളല്ലല്ലോ. നമ്മുടെ കൂടെ നമ്മുടെ ഇണകൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാഗ്രഹിക്കാതെ നമുക്ക് സ്വർഗം നമ്മൾ ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് തനാസുഹ് ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ വർത്തമാനം ഖുർആൻ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ അദ്ദആവുൻ, പരസ്പരം സഹായമായി മാറുക. ഇക്കഴിഞ്ഞ കൊച്ചി ബിനാലയിൽ ചിത്രപ്രദർശനം കാണാൻ ഞാൻ പോയിരുന്നു. ബിനാലയിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ബിനാലയിലെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്ത് ഒരു വലിയൊരു പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ് ഒന്നുമില്ല, എന്താന്ന് വെച്ചാല് ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു. 24 കൈയുണ്ട് ആ സ്ത്രീക്ക്. നമ്മുടെ ഇപ്പൊ ഈ ഹിന്ദു പുരാണങ്ങളിൽ കാണുന്ന ഒരു ദേവിയുടെ ചിത്രം പോലെയാണ്. അപ്പൊ ഞാൻ ഈ 24 കൈയുള്ള സ്ത്രീയുടെ ഒരു കയ്യിൽ ചട്ടകം, വേറൊരു കയ്യിൽ സ്കൂൾ ബാഗ്, വേറൊരു കയ്യിൽ ഇസ്തിരിപ്പെട്ടി, വേറൊരു കയ്യിൽ യൂണിഫോം, വേറൊരു കയ്യിൽ ഇങ്ങനെ എല്ലാ കയ്യിലും ഓരോ സാധനം ഉണ്ട്. എന്നിട്ട് സ്ത്രീ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ. നിങ്ങളൊന്ന് ആലോചിക്കുക, വസ്തുതയാണത്. 3-4 മീറ്റർ ചുറ്റളവുള്ള ഒരു അടുക്കളയിൽ ഒരു സ്ത്രീ 9 കിലോമീറ്റർ ചുരുങ്ങിയത് സഞ്ചരിക്കുന്നു. 3-4 മീറ്റർ വിസ്തൃതിയുള്ള ഒരു അടുക്കളയിൽ 9 കിലോമീറ്റർ ഒരു ദിവസം സ്ത്രീ സഹായിക്കും നിൽക്കും. നമുക്കൊന്നും അവരെ സഹായിച്ചു. ഒന്ന് ഉള്ളി അരിയാൻ കൂടിയാൽ നമ്മളെ കൂടി ചിലപ്പോൾ അരിയിക്കൂല, പക്ഷെ ഒന്ന് കൂടി നിന്നാലോ, ആ മാംസം ഒന്ന് മുറിച്ചു കൊടുത്താലോ, മീനൊന്ന് വെട്ടിക്കൊടുത്താലോ, ഒന്നും ചാടി കുഴിഞ്ഞു കയറാൻ പോലില്ല. ഒരു പുരുഷത്വം ഇറങ്ങി പോകില്ല. അങ്ങനെ ഇറങ്ങുമായിരുന്നെങ്കിൽ അസ്റഫ് സ്ഥലത്ത് റസൂലുള്ളാഹിയുടെ പുരുഷത്ത് ഇറങ്ങി പോകണമായിരുന്നു. ആയിഷ റളിയല്ലാഹു ചോദിക്കുന്ന ഹദീസ് അങ്ങനെ തന്നെ വായിക്കാം. സുഇലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. റസൂലിനെ കുറിച്ച് അവർ പറയാണ്, അള്ളാന്റെ റസൂൽ ഈ തിരക്കുകൾക്കിടയിൽ മുഴുവൻ, ഒരു വീട്ടിൽ ഒരാൾ ചെയ്യേണ്ടത് മുഴുവൻ എന്നോടൊപ്പം നിന്ന് ചെയ്തിരുന്നു. പറയാ, അവർ വിശദീകരിക്കുകയാണ്. ചിലപ്പോ ഉണ്ടാകും വീട്ടിൽ ആരെങ്കിലൊക്കെ ചെരുപ്പ് കീറിക്കൊണ്ടെങ്കിൽ ആ ചെരുപ്പിൽ നിന്ന് കുത്തും. സൗബഹു, വീട്ടുകാർക്ക് വേണ്ടി വസ്ത്രം തുന്നി കൊടുക്കും. സൗബ, കീറിപ്പോയ വസ്ത്രങ്ങൾ തുന്നും. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പാചകം ചെയ്താൽ എന്നോടൊപ്പം മാവ് കിടക്കാനും പ്രവാചകൻ എന്റെ കൂടെ വരും. ആർക്കൊന്നും പോകാൻ പോലില്ല. ഈ പരസ്പര സഹായം നമ്മൾ പറയുന്നത്, നമ്മൾ ചിലപ്പോൾ നമ്മൾ നിന്ന് നമുക്ക് ചെയ്യേണ്ടി വരില്ല. പക്ഷെ അവരോട് നിങ്ങൾ 3 മണിക്കൂർ, സുബഹി കഴിഞ്ഞ 6 മണി മുതൽ 9 മണി വരെ മക്കളെ സ്കൂളിൽ പോകണം. ഈ ഭർത്താവിന്റെ ആപ്പായുമായി വീട്ടിലുണ്ട്, അവർക്കുള്ള ഭക്ഷണം വേറെ ഉണ്ടാക്കണം. അത് ഷുഗറുകാര് അല്ലാത്തവർക്ക് സെപ്പറേറ്റ്, ഇവരുടെ യൂണിഫോം തേക്കണം. ഈ കുട്ടികളുടെ പ്രത്യേകതകൾ ഉണ്ടാവും. പോകാൻ നേരത്തായിരിക്കും സോക്സ് അന്വേഷിച്ച് നടക്കാം, പോകാൻ നേരത്തായിരിക്കും ബാഗ് അന്വേഷിച്ച് നടക്കാം. ഇതെല്ലാം ഒതുക്കി പിറക്കി ഈ 3 മണിക്കൂർ കൊണ്ട് അവർ ചെയ്യുന്ന അധ്വാനത്തിന് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് കാണാനുള്ള കണ്ണുണ്ടാകണമെന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. പരസ്പരം സഹകരിക്കാനുള്ള, പരസ്പരം സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. 4-മത്തെ അടിത്തറ അത്തശാവുറു ബൈനഹുമാ, കാര്യങ്ങൾ കൂടിയാലോചിക്കണം. നമ്മൾ സാധാരണ ഈ കൂടിയാലോചന ഷൂറ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇതെന്തോ ഭയങ്കര രാഷ്ട്രീയമായ ജനാധിപത്യ മര്യാദ. അതൊന്നുമല്ല. അവിടെയൊക്കെ ഷൂറ വേണം, കൂടിയാലോചന വേണം, പാർലമെന്റ് സംവിധാനം വേണം എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരസ്പരം കൂടിയാലോചിക്കണം എന്നതിന് ഒരൊറ്റ ഉദാഹരണമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഉദാഹരണം ഞാൻ പറയാം. وَإِنْ أَرَادَا فِصَالًا عَنْ تَرَاضٍ مِنْهُمَا وَتَشَاوُرٍ فَلَا جُنَاحَ عَلَيْهِمَا. ഖുർആൻ ആകെ കൂടി ഷൂറൊക്കെ പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് വെച്ചാല്, ഭാര്യ പറയാണ് ഭർത്താവിനോട്, മോനിപ്പോ മുതിർന്നു, പാല് കുടിക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ട്, നമുക്ക് മുലകുടി നിർത്തിയാലോ. മുലകുടി നിർത്തിക്കോട്ടെ എന്ന് ഭർത്താവിനോട് കൂടിയാലോചിക്കുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഉദാഹരണം. ഖുർആൻ പറയാണ് ഫലാ ജുനാഹ, അങ്ങനെ ചെയ്യാം, അതിലൊരു അനുഗ്രഹമുണ്ട്. കാരണം അത് കൂടിയാലോചനയുടെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഒന്ന് വെറുതെ ഒരുമിച്ചിരുന്ന് നോക്കി. നിങ്ങൾ ഗ്രഹയോഗം എന്ന് പറയുന്നത് ഒന്നും വേണ്ട, ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മക്കളൊക്കെ ഒന്ന് കൂട്ടിയിരുത്തിയേക്കും. വെറുതെ ആപ്പാൻ ചോദിച്ചേ,
ഇപ്പൊ നിങ്ങളുടെ അടുത്ത ബന്ധുവിന്റെ ഒരു കല്യാണം വരുന്നത്, നമ്മുടെ മോനെ നമ്മുടെ കല്യാണം വരുന്നല്ലോ, ഇങ്ങനെ കൊച്ചപ്പുറം മോന്റെ കല്യാണമാണ്, എന്താ കൊടുക്കേണ്ടത്? ഇളയം പറയും 10 പവൻ കൊടുക്കാൻ പറയും. 10 പവനൊന്നും കൊടുക്കാനൊന്നുമില്ല. അപ്പൊ വേറെന്തെങ്കിലും പറയും. അപ്പൊ ഭാര്യയുടെ അഭിപ്രായം പറയും. ശരി, ഇത് പറഞ്ഞാൽ അത് ആ കൂടിയാലോചന ഉണ്ടാകുന്ന ഫലം എത്രയാണെന്ന് ചോദിക്കുമോ? അതിന്റെ നേട്ടം എല്ലാവർക്കും ഒഴിച്ചുകൂടാം. ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ് ഈ പറഞ്ഞ കൂടിയാലോചന. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഭർത്താവിന്റെ വരുമാനം എന്താണെന്ന് ഭാര്യയ്ക്ക് അറിയില്ല. അയാൾ പറയില്ലൊരിക്കലും അയാളുടെ ശമ്പളം എത്രയാണെന്ന്. എന്താ പറയാത്തതിന്റെ കാരണം എന്റെ ശമ്പളം കുറവാണെന്ന് നമുക്ക് തോന്നിയാലോ, ഒരു കുറച്ചിലായാലോ എന്നാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കുറച്ചില്ല പ്രശ്നമുണ്ടോ? ഇതെന്താ സംഭവിക്കുന്നറിയോ? വാപ്പക്ക് താങ്ങാൻ പറ്റാത്തത് മക്കൾ ആവശ്യപ്പെടും, ഉറപ്പായിട്ടും ആവശ്യപ്പെടും. ഭർത്താവിന് താങ്ങാൻ പറ്റാത്തത് ഭാര്യ ആവശ്യപ്പെടും. കാരണം ഈ മക്കൾക്കറിയില്ല എന്റെ വാപ്പക്ക് എത്ര വരുമാനം ഉണ്ടെന്ന്. ഇയാൾ രാവും പകലും ഒക്കെ പണിയെടുത്ത് വരുമ്പോ ആൾക്ക് കിട്ടുന്ന പൈസ അത് വീട്ടിൽ ചെലവിന് തികയില്ല. അയാൾ രണ്ടറ്റാൻ പിടിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. ഇത് മക്കളറിയണ്ടേ? ഈ പറയുന്ന ഇണക്കറിയണ്ടേ? എന്നാലല്ലേ അവർക്ക് ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇയാളെന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് പറയൂല, എന്നിട്ട് മൂപ്പര് വല്ലയിടത്തും പോയി കടം വാങ്ങിക്കും. ഇപ്പോഴാണെങ്കിൽ EMI ഉണ്ട്, ക്രെഡിറ്റ് കാർഡും ഉണ്ട്. മനുഷ്യന്മാരെ ഇത്രയും വലിയ കടക്കണിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതാണ് അർത്ഥശാവം. കുടുംബം എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി നമ്മൾ ശരിക്കും സമയം ചെലവഴിച്ച് കണ്ടെത്തി സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സാധനമാണ് കുടുംബം എന്ന് പറയുന്നത്. വെറുതെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 5ാമത്തെ ഉപാധി അത്തലഹിയ. കുടുംബം നിങ്ങൾ പരസ്പരം ത്യാഗം ചെയ്ത് കൊണ്ടു നടക്കണം. ചില വിട്ടുവീഴ്ചകൾ, ചിലപ്പോൾ ചിലതൊക്കെ ഒന്ന് മറക്കാനും പൊറുക്കാനുമുള്ള മനസ്സുണ്ടാകണം എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടില് കുറച്ച് ഗസ്റ്റുകൾ വന്നപ്പം ആയിഷ റളിയല്ലാഹു ഭക്ഷണം ഉണ്ടാക്കാൻ പോയി ഈ അതിഥികൾക്ക് വേണ്ടി. ഈ ഗസ്റ്റിനെ കണ്ടപ്പോ സഫിയ റളിയല്ലാഹു കാണുന്നുണ്ട്. മൂപ്പത്തിയാര് വീട്ടിൽ പോയിട്ട് കുറച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു സാധാരണ സ്ത്രീ സഹജമായ ചില പ്രശ്നങ്ങളാണ്. തോന്നി എന്റെ ഭക്ഷണത്തെക്കാൾ മുമ്പ് സഫിയ ഭക്ഷണം കൊടുക്കുമെന്ന് കണ്ടപ്പോ ഈ സഫിയ റളിയല്ലാഹുവിന് ഭക്ഷണം കൊടുത്തു വിട്ട വേലക്കാരന്റെ കൈക്ക് ഒരൊറ്റ തട്ട് കൊടുത്തു ആയിഷ റളിയല്ലാഹു. ആ ഭക്ഷണം റസൂലിന്റെ മുമ്പിൽ താഴെ വീണ്ടും ചെതറി. റസൂലിന്റെ കാര്യം മനസ്സിലായി, എന്താ പ്രശ്നം. റസൂൽ മെല്ലെ താഴെ ഇരുന്നിട്ട് ആ ചെതറിയ പാത്രമൊക്കെ ഒന്ന് അടുക്കി വെച്ച് അതിൽ നല്ലത് മാത്രം എടുത്ത് മാറ്റി വെച്ചു. അതിഥികളോട് പറയാണ്, നിങ്ങളുടെ ഉമ്മക്ക് ഇന്ന് പ്രണയം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ആകെ കൂടി പറഞ്ഞ വാക്കാണ്. നിങ്ങളുടെ ഉമ്മയുടെ പ്രണയപ്പെരാന്തിത്തിൽ കൂടിപ്പോയിരിക്കുന്നു. റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ടു പോയ വിഷയം ഇതായിരുന്നു. റസൂൽ എന്നെ ഒന്ന് ചീത്ത വിളിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടമാവുമായിരുന്നില്ല എന്ന് ആയിഷ തന്നെ പറയും. ഇത് വളരെ പ്രധാനം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ലാ യഫുറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ വലീത മിൻഹാ ഖുലുഖൻ ആഖർ. ഒരു പെണ്ണും ആണും ഒരിക്കലും ഫറക്ക് നടത്തരുത്. ദമ്പതികൾക്കിടയിൽ ഫറക്ക് ഉണ്ടാവരുത്. ഈ ഫറക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മനുഷ്യരാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല. റസൂലും ഭാര്യമാരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ. റസൂലിനോട് അവസാനം അള്ളാഹ് പറയുന്നത് ഞങ്ങൾ ഇട്ടേച്ച് പോയിക്കോളൂ എന്ന് പോലും പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. റസൂൽ വളരെ കൃത്യമായി അതിനെ മാനേജ് ചെയ്തു. റസൂൽ പറയുന്നു, നിങ്ങൾക്കിടയിൽ ഫറക്ക് ഉണ്ടായി. ഫറക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമുണ്ട് മനുഷ്യന്മാർക്ക്. ഒരു മുറിവുണ്ടായി, മുറിവുണ്ടായി കുറച്ച് കഴിയുമ്പോൾ പല ഓയിൽമെന്റൊക്കെ പരട്ടി മുറിവൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ ചെറിയ ചൊറിച്ചിൽ തുടങ്ങും. നമ്മളെന്ത് ചെയ്യും? എല്ലാം അത് മാന്തി പിടിക്കും. വീണ്ടും ഉണങ്ങും, പിന്നെയും മാന്തി പിടിക്കും. ഉണങ്ങിപ്പോയ മുറിവിനെ മാന്തി പൊളിക്കുന്നതിനാണ് ഫറക്ക് എന്ന് പറയുക. റസൂൽ പറയാണ്, ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിപ്പോ പരിഹരിക്കണം. 10 വർഷം കഴിയുമ്പോ എനിക്ക് പണ്ടറിയാം, അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ഡിപ്പോസിറ്റ് ചെയ്യരുത് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും അതിനെ മാന്തിപ്പൊളിക്കാൻ നിൽക്കരുത്. ഉണങ്ങിപ്പോയ മുറിവുകളെ മാന്തിപ്പൊളിച്ച് വീണ്ടും വഷളാക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞാൽ തുടങ്ങിയത്. അവിടെ മുപ്പറക്കോട്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കും. മുപ്പറ പൂവമ്പഴം എന്ന് പറയുന്നത് കഥയാണ്. ഭാര്യ ഭർത്താവും കൂടെ ഒരു ഹോട്ടലിൽ ചാവടിക്കാൻ കയറിയപ്പോ ഭാര്യ പറഞ്ഞു 2 കാപ്പി. ഭർത്താവ് പറഞ്ഞു 2 ചായ. ഭാര്യ പറഞ്ഞു 2 കാപ്പി. ഭർത്താവ് 2 ചായ. ഭയങ്കര തർക്കമായി. അവസാനം ഭർത്താവ് ഒരു പൂമ്പടി പറഞ്ഞു, അവക്കൊരു കാപ്പി, എനിക്കൊരു ചായ. പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ആ കഥയുടെ ചുരുക്കം. ഇത് നമുക്ക് കൂടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. എങ്ങനെയാണ് നമ്മുടെ ദാമ്പത്യത്തെ
മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുക എന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.